നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൃത്യസമയത്ത് ഒരു മാലാഖയെ പോലെ വന്ന മീര എന്നെ രക്ഷിച്ചത്. ആന്റിക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം തോന്നി കാണോ? അതൊന്നും സാരമില്ല മീര. തൽക്കാലം ഈ പ്രശ്നം പരിഹരിച്ചല്ലോ, എനിക്കത് മതി. പാറുവിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അതൊക്കെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ മീര? എല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി. ശരി. ചേട്ടൻ എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണാൻ എനിക്ക് വയ്യ. ചെറിയ കാര്യങ്ങൾക്ക് പോലും ചേട്ടൻ അമ്മയോടും ദർശനയോടും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് തന്നെ ചേട്ടൻ അമ്മയുടെ അടുത്തുനിന്നും എത്ര ചീത്ത കേൾക്കേണ്ടി വന്നു. ഓരോ തവണയും അമ്മയെയും ദർശനയും പറ്റിക്കുമ്പോ സത്യം അറിഞ്ഞാൽ അവരെന്തുമാത്രം വേദനിക്കും എന്നുള്ള വിഷമം ചേട്ടനുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയൊന്നും ഇല്ല പാറു. അത് വെറും വാക്കാണെന്ന് ചേട്ടന്റെ കണ്ണുകൾ കണ്ടാൽ അറിയാം. ഈ ചെയ്തു കൂട്ടുന്നതിന്റെ കുറ്റബോധം അതിൽ വ്യക്തമായിട്ട് കാണാം. ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പ് അവർക്ക് പരസ്പരമുള്ള വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കും. മനസ്സിൽ സംശയം കയറിക്കൂടിയാല് പിന്നെ അതൊരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത കറയായിട്ട് ബാക്കി നിൽക്കും. ദിവസം ചെല്ലുന്തോറും അമ്മയ്ക്ക് ചേട്ടന്റെ മീതെയുള്ള സംശയം കൂടിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്ക് ചേട്ടൻ എന്ന് വെച്ച ജീവന. എനിക്ക് വേണ്ടി ചേട്ടൻ അവരെ ചതിക്കായിരുന്നു എന്ന് അറിഞ്ഞാല് അമ്മയ്ക്കത് താങ്ങാനാവില്ല. ഞാൻ കാരണം നിങ്ങളുടെ കുടുംബം തകരരുത്. ഞാൻ ഇന്ന് രാത്രി തന്നെ ഈ വീട് വിട്ട് ഇറങ്ങിക്കോളാം. ദയവേത് ചേട്ടൻ എന്നെ തടയരുത്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകാനാ തന്റെ പ്ലാൻ? ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. എങ്ങോട്ടാണെന്നറിയാതെ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ എനിക്ക് പറ്റില്ല. തന്റെ സംരക്ഷണം എന്റെ ഉത്തരവാദിത്വം. എന്നെ വിശ്വസിച്ചിട്ട് കൈലാഷ് സാറ് തന്നെ ഇവിടെ നിർത്തിയത്. അദ്ദേഹത്തിന്റെ വിശ്വാസം എനിക്ക് തകർക്കാൻ പറ്റില്ല. ഇങ്ങനൊരവസ്ഥയില് ഈ വീട്ടിൽ വന്ന് താമസിക്കേണ്ടി വന്നത് തന്റെയോ എന്റെയോ ഇഷ്ടപ്രകാരമല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കണമെന്നായിരിക്കും നമ്മുടെ വിധി. ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ പരിഹാരം കാണാം. കൈലാഷ് സാറ് തനിക്ക് നല്ലൊരു ഹോസ്റ്റൽ കണ്ടുവയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വന്ന് വിളിക്കുന്നത് വരെ നീ ഈ വീട്ടിൽ നിന്ന് പോകുന്നതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും പാറു പോവുകയാണെങ്കിൽ എന്നെയും കൈലാഷ് സാറിനെയും അപമാനിക്കുന്നത് പോലെയാവും. അമ്മ എന്തിനാ വരാൻ പറഞ്ഞെന്ന് നിനക്കറിയാമോ? ഇല്ല, എന്തോ അർജന്റായിട്ട് സംസാരിക്കണമെന്ന് മാത്രം പറഞ്ഞു. എന്തായാലും നിന്റെ അമ്മ നല്ല ദേഷ്യത്തിലാ. ശരി, വാ.
എന്തു പറ്റി സീത? നിനക്ക് അസുഖം വല്ലതുണ്ടോ? കൈമാറ്റ്. എന്തിനാ മമ്മി ഇങ്ങനെ ദേഷ്യപ്പെടുന്ന? നീയും പാറുവും തമ്മിൽ എന്താ ബന്ധം? അവള് വെറും ഒരു ജോലിക്കാരി മാത്രമല്ലേ? അതിനപ്പുറം എന്ത് സ്വാതന്ത്ര്യം അവൾക്ക് നിന്നോടുള്ളത്? എന്തിനാ സീത ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്? പാർവതി ഈ വീട്ടിൽ താമസിപ്പിക്കില്ലെന്ന് നീ പറഞ്ഞല്ലോ. കൈലാശം അവളെ വേറെ എവിടെയോ കൊണ്ട് വിട്ടല്ലോ. പിന്നെന്താ പ്രശ്നം? ഇവൻ പാറുവിനെ വിട്ടിട്ടില്ല. അവളുടെ പുറകെ തന്നെയാ. ഒരു വേലക്കാരിയാണെന്ന് പോലും നോക്കാതെ ഇവൻ അവളെ കാറിലിരുത്തി ഡ്രൈവർ പണി എടുത്തോണ്ടിരിക്കുക. പാർവതി എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചതായിരിക്കും. അവന്റെ ജീവൻ രക്ഷിച്ച കുട്ടിയല്ലേ, അതിന്റെ നന്ദി കാരണം അവൻ സഹായിച്ചതായിരിക്കും. ഇത് നന്ദി കാണിക്കാനൊന്നുമല്ല. ഇവനെ പാറുവിനോട് എന്തോ ഒരു അടുപ്പമുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. നീ എന്താടാ ഒന്നും പറയാൻ നിൽക്കുന്നേ? പറയടാ. മമ്മി മമ്മി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന? ഞാനൊന്ന് പറയട്ടെ. എനിക്ക് വേറെ ഒന്നും കേക്കണ്ട. നീ എന്തിനാണ് അവളെ ഇങ്ങനെ തലയെ കയറ്റി വെച്ചിരിക്കുന്നതെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. ദേ, ഇവൻ എന്തെങ്കിലും പറയുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ആ പാറുവിനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കണം. ഇങ്ങനെ അവളെ ശിക്ഷിക്കാനും മാത്രം പാർവതി മമ്മിയോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? എനിക്ക് അവളെ ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. നീ എന്തിനാ സീത ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത്? ഞാൻ ഓവർ റിയാക്ട് ചെയ്യണോ? ഞാൻ പറയുന്നതിനപ്പുറം നിൽക്കാത്ത കൈലാശ് ആ പെണ്ണിന് വേണ്ടി എന്നോട് തർക്കിക്കാൻ നിൽക്കുക. ഇതെനിക്കൊരു ചെറിയ കാര്യമല്ല. പാർവതി ഇനി ആ കമ്പനിയിൽ ഉണ്ടാവരുത്. മമ്മി വെറുതെ വാശി കാണിക്കരുത്. പാർവതി ഇല്ലെങ്കിൽ ഞാനും ആ കമ്പനിയിൽ ഉണ്ടാവില്ല. ഇവൻ പറഞ്ഞു കേട്ടില്ലേ? അവളില്ലെങ്കിൽ നീ പോകുമെന്ന് പറയാനും മാത്രം ആരാടാ അവളെ നിനക്ക്? പറയടാ. പറയാം. പാർവതിയെ ഞാൻ എന്റെ മുന്നിൽ വെച്ച് നീ അമ്മയെ എതിർത്ത് സംസാരിക്കൂ. അപ്പോ നീ എനിക്ക് എന്ത് വിലയാ തന്നിരിക്കുന്നത്? അകത്ത് പോ. ഡാഡി, ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട, പോകാൻ. എനിക്കവനെ തല്ലേണ്ടി വന്നത് നീ കാരണമാ. വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരു ചെറിയ വിഷയത്തെക്കുറിച്ച് വഴക്കുകൂടി നിങ്ങൾ ഈ കുടുംബത്തിന്റെ സമാധാനമാണ് തകർക്കുന്നത്. അത് മറക്കണ്ട.